വാർത്തയാണ്. ഫീസ് വർധനയ്ക്കെതിരെ SFI സമരത്തിലേക്ക് നീങ്ങുന്നു എന്ന വാർത്തയാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത് തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി. സൂരജ്, പറയൂ. ബി ദിലീപ് കുമാർ, ഈ PM ശ്രീ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ ASFും അതോടൊപ്പം തന്നെ AYFും ഒക്കെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുന്നു. സമരമുഖത്ത് CPIയുടെ വിദ്യാർത്ഥി സംഘടനകൾ അണിനിരക്കുന്നതിനിടയിലാണ് ഈ കാർഷിക സർവകലാശാല വിഷയത്തിൽ CPI വകുപ്പിന് പ്രതിക്കൂട്ടിലാക്കിയുള്ള സമരത്തിലേക്ക് SFI കടക്കുന്നത്. SFIയുടെ സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയും പങ്കെടുത്തുകൊണ്ട് ഇന്ന് ഈ കാർഷിക സർവകലാശാലയിലേക്ക് മാർച്ചടക്കം SFI പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ ഈ PM ശ്രീ വിഷയത്തിൽ CPI വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം കടുപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ കാർഷിക വകുപ്പിൽ വിദ്യാർത്ഥി വിരുദ്ധ നിലപാട് തുടരുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് SFI സമരരംഗത്തേക്ക് ഇറങ്ങുന്നത്. നേരത്തെ കൃഷിമന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചതാണ്. പക്ഷേ ഈ നൽകിയ ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ ഒരു സമിതിയെ അടക്കം നിയോഗിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകും, അല്ലെങ്കിൽ കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രമേ ഈ ഫീസ് വർദ്ധിപ്പിക്കുകയുള്ളൂ എന്ന് അറിയിച്ചതാണ്. പക്ഷേ അത്തരം ഒരു കൂടിയാലോചനകൾ ഒന്നുമില്ലാതെ ഫീസ് വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ PM ശ്രീ വിഷയത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ CPI നിലപാട് കടുപ്പിക്കുമ്പോൾ പക്ഷേ കൃഷി വകുപ്പിൽ NEPയുമായുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന ആശയമടക്കം നടപ്പിലാക്കിയത് കൃഷി വകുപ്പിലാണ്. ഇത്തരത്തിൽ ഒരു തലക്കലിൽ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ ഈ ദേശീയ PM ശ്രീക്കെതിരെ പ്രക്ഷോഭം കടുപ്പിക്കുന്നു, മറുതലക്കലിൽ കൃഷി വകുപ്പിൽ ഇതിന് അനുകൂലമായ നിലപാടെടുക്കുന്നു, അല്ലെങ്കിൽ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടെടുക്കുന്നു. ഇതെല്ലാം ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് അല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്കാണ് ഇപ്പോൾ SFI കടന്നിരിക്കുന്നത്. കാർഷിക സർവകലാശാലയിലെ വർദ്ധിപ്പിച്ച ഫീസിനെതിരെ SFI സമരത്തിനൊരുങ്ങുകയാണ്. കൃഷിവകുപ്പ് CPI ആണ് ഭരിക്കുന്നത് എന്നുകൂടി നമുക്ക് ഈ സന്ദർഭത്തിൽ ചേർത്ത് വായിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.